that the Inter-Ministerial Central Team, IMCT, had visited Wayanad from the 8th to 10th of August, and the central government would take action based on its request. August, sir. They're supposed to take action within 1 month according to the existing act. To this date, no action has been taken, and no additional funds have been arranged for Wayanad, sir. How can we accept this? But this bill, Mr. Chairman, is an excellent case of minimum decentralization, maximum declamation, at which, of course, this government excels. അന്നുവരെ കാണാത്തൊരു മഹാദുരന്തം, അതിന്റെ ദുരന്ത ബാക്കികൾ, ആൾനാശം, അനാഥത്വം, കിടപ്പാട നഷ്ടങ്ങൾ, അന്നു കേട്ട നല്ല വാക്കുകളുടെ ഗ്യാരണ്ടി തീർന്ന് മുന്നിൽ കട്ടപിടിച്ച് ഇരുട്ടിൽ പകച്ചു നിൽക്കുന്ന ഒരു നാടിനെ നാട് ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ മനസാക്ഷി കുത്തില്ലാതെ പുറങ്കാലിനടിക്കുന്നു എന്ന് എണ്ണി ആ സാമാജികൻ ലോക്സഭയിൽ പറഞ്ഞ ഇന്നലെയാണ്. കേരളത്തെ മാത്രമല്ല, ഇടുത്തി പോലെ ദുരന്തം പെയ്തിറങ്ങിയ തമിഴ്നാടിനും കർണാടകത്തിനും അടക്കം മുണ്ടുമുറുക്കി അങ്ങോട്ട് പിരിച്ചുകൊടുത്ത് നിറച്ച കേന്ദ്ര ഖജാനയിൽ നിന്ന് അവകാശമായി കിട്ടേണ്ട പണത്തിന് മോദിക്കാലത്ത് സുപ്രീം കോടതി വാതിൽ മുട്ടേണ്ട പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ ഗതികേടിനെക്കുറിച്ച് യൂണിയൻ സർക്കാരിന്റെ കണ്ണിൽ ചോരയില്ലാത്ത വെഞ്ചിയൻസിന്റെ രാഷ്ട്രീയം നാടിനു വേണ്ടി രാജ്യത്തോട് പറഞ്ഞ ആർജവത്തിന്റെ ശബ്ദത്തിന് അഭിവാദ്യങ്ങൾ സാർ. ആ കൂട്ടക്കബറുകൾ, പള്ളിക്കാട്ടിൽ മീസാൻ കല്ലുകളുടെ പെരുക്കം, ഉദകക്രിയകളിൽ മുഴങ്ങിയ മന്ത്രോച്ചാരണങ്ങൾ, പേയോർമ്മകൾ വേട്ടയാടുന്ന നഷ്ടങ്ങൾ മാത്രം ബാക്കിയുള്ളവർക്ക് മുന്നിൽ കൂട്ടിയും കിഴച്ചും കണക്ക് പറയുന്ന അസംബന്ധം കാണുന്ന വ്യവഹാര വാർത്താ ദിനങ്ങൾ കൂടിയാണ്. കോടതിക്കകത്തും പുറത്തും ആ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാതിരിക്കാൻ പറയേണ്ട അടുത്ത മുട്ടാപ്പോക്ക് എന്താണ് എന്ന ഗവേഷണത്തിലാണ് ആഭ്യന്തരം ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. സംസ്ഥാനം എന്തോ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3.5 മാസം വൈകിയെന്നാണ്. പഴിചാരി പാതകം പറച്ചിൽ. ആ പറയുന്നത് PDNA അഥവാ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അനാലിസിസ്. അത്രയും സമഗ്രമായൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടിന് ഏറ്റവും ചുരുങ്ങിയത് 4 മാസം എടുക്കുമെന്ന് അറിയാത്ത ആളല്ല ആഭ്യന്തരമന്ത്രി. അറിയാതെ പോലും 5 നയാ പൈസ പാവങ്ങൾക്ക് കൊടുത്തു പോകരുതെന്ന് ജാഗ്രതയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ പക. കാശില്ലാത്തൊരു സംസ്ഥാനത്തിന് ലക്ഷങ്ങൾ മുടക്കി മോദി വന്നിറങ്ങിപ്പോയിട്ടും നൂറ്റിക്കണക്കിൽ ശവക്കൂനുകൾ കണ്ടിട്ടും ഒരു മുൻ കേന്ദ്രമന്ത്രി മഹാൻ പറഞ്ഞത് 2 പഞ്ചായത്തുകളിലെ 3 വാർഡല്ലേ ഉള്ളൂ. വി മുരളീധര മനസാക്ഷിയില്ലാത്ത മനസ്സിലിരിപ്പാണ്. കഴിഞ്ഞയാഴ്ച കോടതിയിൽ പ്രഹരമേൽക്കുന്ന പേടിയിലാകണം. കേന്ദ്ര സംഘം തമിഴകത്തെത്തി. അന്ന് വൈകിട്ട് കൊടുത്തു കോടികൾ 900 ചില്ലുവാനം. മോദി സർക്കാരിനെ താങ്ങിപ്പിടിക്കുന്ന സഖ്യരാഷ്ട്രീയങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് പാത്തിവട്ടിയാണ്. ആയിരക്കണക്കിന് കോടികൾ പോട്ടെ, അതൊക്കെ നമ്മുടെ രാജ്യം. കഴിഞ്ഞ മാർച്ചിൽ ഭൂട്ടാനിൽ പോയി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സഹായം അടുത്ത 5 വർഷം 10,000 കോടി. അതും പോട്ടെ. മാന്യത്തിൽ മുടിഞ്ഞ് മുക്കറിയിട്ട് അയൽക്കാരനോട് രാജ്നാഥ് സിംഗ് പറയലാണ്, മേരി പാകിസ്ഥാൻ കെ ദോസ്തോ, പ്രിയപ്പെട്ട എൻ്റെ പാകിസ്ഥാനി സുഹൃത്തുക്കളെ, നമ്മൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നെങ്കിൽ ഞങ്ങൾ തരുമായിരുന്നല്ലോ IMF നൽകിയതിൽ കൂടുതൽ കോടികൾ. ആ ശത്രു രാജ്യത്തോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ 1000-1 മുട്ടാപ്പോക്കും മാനദണ്ഡവും പറഞ്ഞുള്ള വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണെങ്കിൽ അധികാര കുന്നുവാഴും തമ്പ്രാക്കന്മാരെ പറയണം ഞങ്ങൾ ചെയ്ത പാതകം എന്താണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ VK സനോജ്, ശ്രീ രാജു P. നായർ, ശ്രീ TP ജയേന്ദ്രൻ എന്നിവർ ചർച്ചയിലാദ്യം ഞാൻ ശ്രീ TP ജയേന്ദ്രനിലേക്ക്. ശ്രീ TP ജയചന്ദ്രൻ ഇന്നിപ്പോൾ കോടതിയിൽ വന്നു. കോടതി കണക്ക് ചോദിച്ചു. SDRFന്റെ തുകയടക്കം കൃത്യമായ കണക്കുകൾ കാര്യം കോടതിയിൽ പറഞ്ഞു. ഒരിക്കൽ കൂടി യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം കാണിക്കാൻ അത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ കോടതി പറയുന്നുണ്ട്. ആത്യന്തികമായി ഇന്ന് കോടതിയിൽ സംഭവിച്ച എന്താണ് TP ജയേന്ദ്രൻ? ഈ പറയുന്ന കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ തുക പരിമിതി, കേന്ദ്രം സഹായം നൽകേണ്ടത് ആവശ്യകത കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇന്ന് കേരളത്തിനായി TP ജയേന്ദ്രൻ. ഹാഷ്മി, താങ്കളുടെ ഈ അസുഖത്തിന് മരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 24 ന്യൂസ് ഇന്നത്തെ കോടതിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തത് താങ്കളുടെ ഫയൽ ഒന്ന് മറിച്ചു നോക്കിയാൽ താങ്കൾക്ക് കാണാം. എന്താണ്, ശ്രീകാന്താണ് ഇന്ന് 24 ന്യൂസിന് വേണ്ടി ആ വാർത്ത അതിൽ ഇടയ്ക്ക് വന്ന് അവതരിപ്പിച്ചത്. വിജയകുമാർ ആയിരുന്നു ഹാഷ്മി വാർത്ത വായിച്ചത്. എന്താണെന്നറിയാമോ നിങ്ങൾ? സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. അപ്പോൾ കൊടുത്ത ക്യാപ്ഷൻ എന്താണെന്നറിയുമോ ഹാഷ്മിക്ക്? നിങ്ങളുടെ 24 ന്യൂസ്, SDRF ഫണ്ട് വിനിയോഗത്തിൽ വ്യക്തത വരുത്തണം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇനി താങ്കൾക്ക് കേന്ദ്രത്തോടും BJPയോടുമുള്ള വിരോധം ചികിത്സിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഞാൻ ഇതേ ഹാഷ്മിയോട് ഒരു ചോദ്യം ചോദിക്കും. ഹാഷ്മി, ഈ വയനാടിനോടൊപ്പം അല്ല അങ്ങ് വിലങ്ങാടും ഒരു ദുരന്തം ഉണ്ടായിരുന്നല്ലോ. ഈ വിലങ്ങാട് ദുരന്തത്തിൽ ഒരാൾ മരിച്ചു, നിരവധി വീടുകൾ നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ വയനാടിൽ നഷ്ടപ്പെട്ടതിന് കൃഷിഭൂമി നഷ്ടപ്പെട്ടു. ഒരു പിടി മണ്ണ് സംസ്ഥാന ഗവൺമെൻറ് അവിടെ കോരിയിട്ടിട്ടുണ്ടോ ഹാഷ്മി? തീർന്നില്ല ഹാഷ്മി. 2018 ഈ പുത്തുമലയിൽ ഒരു ദുരന്തം ഉണ്ടായിരുന്നു. ഹാഷ്മിക്ക് അറിയാമോ? അന്ന് അങ്ങ് കവളപ്പാറയിൽ ഇരുട്ടുകുത്തി കോളനിയിൽ 3 ആദിവാസി കോളനികൾ ഒലിച്ചു പോയിരുന്നു. ആ കൂട്ടത്തിൽ അവിടെ
ഒരു പാലം അതിനിവിടെ കുറുകെ ഉണ്ടായിരുന്നു, ഏക പാലം അത് നഷ്ടപ്പെട്ടു. 2018, 19, 20, 21, 22, 23, 24 നമ്മൾ സംസാരിക്കുന്നത്. ഹാഷ്മി, ആ പാലം പുനർനിർമ്മിച്ചോ? ആ പാലത്തിന്റെ മുകളിലൂടെ പൂർണ്ണ ഗർഭിണിയായ ഒരു ആദിവാസി സ്ത്രീ പ്രസവിച്ചത് 24 ന്യൂസിന് അറിയാമോ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം, കോടതി ഇന്ന് ചോദിച്ച ചോദ്യം, ഇതൊരു കാര്യം മനസ്സിലാക്കണം. ഒരു റെക്രിയേഷൻ ക്ലബ്ബ് മുതൽ ഗ്രാമപഞ്ചായത്ത്, നിയമസഭ, സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ, ദുരന്ത പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നടത്തുന്നതിന് ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട്, റൂളുകളുണ്ട്, ചട്ടങ്ങളുണ്ട്. ഹാഷ്മിയുടെ അറിവിലേക്ക് ഞാൻ ചോദിക്കുന്നു, 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ടാക്കിയപ്പോൾ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചായിരുന്നു. ഞാൻ ഹാഷ്മിയോട് ചോദിക്കുന്നു, ആ കടലാസിന് യാതൊരു വിലയുമില്ലേ ഹാഷ്മി? കേരളത്തിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ഈ കടലാസിന്റെ രേഖകളിലെ കാര്യങ്ങളും ചിട്ടങ്ങളും മറികടക്കാൻ സാധിക്കുമോ? അതിനകത്ത് കൃത്യമായി ഞാൻ പറയും, ഹാഷ്മി പ്രധാനമന്ത്രിയായാൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട, മക്കൾ അത്രയും നഷ്ടപ്പെട്ട, കിടപ്പാടവും ജീവനോപാധികളും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് മുന്നിൽ വിലങ്ങുതടിയാണ് ഉത്തരവെങ്കിൽ ചവിട്ടിക്കൂട്ടി തോട്ടിലെറിയും സാർ. ഹാഷ്മിയുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു സാർ. ഹാഷ്മി ഏതായാലും ഇന്ത്യ പ്രധാനമന്ത്രി ആയില്ല എന്നുള്ളത് നല്ല കാര്യം, ഞാൻ പ്രാർത്ഥിക്കാൻ ഹാഷ്മി. ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, ഇന്ന് കോടതി ചോദിച്ച ചോദ്യം എന്താണ്? 2 ദിവസം മുമ്പ് ചോദിച്ചത് ഹാഷ്മി കേട്ടിരുന്നോ? 9-ാം തീയതി ചോദിച്ചു, കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് നിർത്തണം. നിങ്ങൾ ആരെയാണ് അപമാനിക്കുന്നത്? കോടതി ചോദിച്ചതാണ് ഹാഷ്മി. അവിടെ മരണപ്പെട്ട മനുഷ്യരെയാണോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാൻ കഴിയുന്നില്ല? കോടതി മുമ്പാകെ നൽകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഹാഷ്മിയോട് ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, എത്ര കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്താലും കേന്ദ്രവും കേരളവും ഈ രാജ്യത്ത് നിന്നും പിരിക്കുന്ന പണത്തിന്റെ വിഹിതം കൂട്ടുന്നതിന് കണക്ക് പറയുന്നില്ലെങ്കിൽ അതിന്റെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. ഞാൻ ശരി, ഞാൻ ഇടപെടാൻ താങ്കൾ സംസാരിച്ചു. ഞാൻ അങ്ങനെ ഒരു ബൈറ്റ് ചെയ്യിപ്പിച്ചോട്ടെ. പൂർത്തിയാവട്ടെ. ഞാനൊന്ന് പൂർത്തിയാക്കിയിട്ട് 14 സെപ്റ്റംബർ 23 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് എന്റെ മുമ്പിലുണ്ട്. എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറയുന്നത്? നോക്കൂ, ട്രഷറി ഇടപാടുകൾ സുതാര്യമല്ല, യഥാസമയം ഓഡിറ്റ് വകുപ്പിന് കാര്യങ്ങൾ നൽകുന്നില്ല, തെറ്റായ നിർദ്ദേശം വരെ സംസ്ഥാനം. വളരെ നീണ്ട റിപ്പോർട്ടാണ്. ഇത് തന്നെയല്ലേ ഹാഷ്മി ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്? കോടതിയുടെ നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത വെച്ച് കൃത്യമായി നമ്മുടെ അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ്. സംസ്ഥാനത്ത് വിമർശനമുണ്ടായി. പക്ഷെ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള തുക ഇത് പര്യാപ്തമല്ല എന്ന് കേന്ദ്രത്തെ ബോധിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ കേന്ദ്രം ബോധ്യപ്പെട്ട് മാത്രം തരേണ്ടതാണോ? ഈ പറഞ്ഞ കേന്ദ്രത്തിലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ സാർ കേരളം. ടി പി ചന്ദ്രൻ, ഞാൻ അങ്ങയുടെ ശ്രദ്ധയെ ഒരു പ്രതികരണത്തിലേക്ക് നയിക്കുകയാണ്. അങ്ങയുടെ പ്രിയപ്പെട്ട നേതാവും നമ്മുടെ മന്ത്രിയുമായ അങ്ങയുടെ പ്രിയപ്പെട്ട നേതാവും നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗിന്റെ വാക്കുകളാണ്. നേരത്തെ പറഞ്ഞാണ് കശ്മീരിൽ. ഒന്ന് കേൾക്കാമോ? जितनी रकम के लिए पूरा पाकिस्तान इंटरनेशनल मॉनेटरी फंड के सामने मिन्नतें कर रहा था, उससे कहीं ज्यादा रकम जम्मू कश्मीर के लिए हमारी गवर्नमेंट ने मुहैया कराई। मैंने तो कहा कि है मेरे पाकिस्तान के दोस्तों, क्यों दूरी बनाकर हमसे रखे? क्यों दूरी बनाकर रखे? आप हमारे पड़ोसी मुल्क हो, और हमारे आदरणीय अटल बिहारी वाजपेयी जी कहा करते थे, जिंदगी में दोस्त बदल जाते हैं लेकिन पड़ोसी नहीं बदलता। यदि हमसे बेहतर रिश्ते बनाकर नहीं रखते, आज जो आपको इंटरनेशनल मॉनेटरी फंड से जो मांगना पड़ा है, उससे ज्यादा तो हम दे देते। ടി പി ചന്ദ്രൻ മാഷ്, അങ്ങേക്ക് അത് മനസ്സിലായിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് പറയുന്നത് എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട പാകിസ്ഥാനി സുഹൃത്തുക്കളെ, പണ്ട് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ട്, ശത്രുക്കളെ മാറ്റാം പക്ഷേ അയൽരാജ്യങ്ങളെ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് പറയുന്നു, എന്തിനാണ് ഈ അകൽച്ച? നമ്മൾ തമ്മിൽ എന്തിനാണ് ഈ ശത്രുത ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കയ്യിലിരിപ്പ് കൊണ്ട് മുടിഞ്ഞു മുണ്ടക്കോലെടുത്ത IMF തന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ തരുമായിരുന്നല്ലോ. കാരുണ്യം വാരി വിതറലാണ്. ടി പി ചന്ദ്രൻ കോടതിയിൽ സംസ്ഥാനത്തിൻ്റെ കുറവുകൾ, സംസ്ഥാനം അവിടെ കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ 4 മാസം കഴിഞ്ഞു. സമാനതകളില്ലാത്തൊരു മഹാദുരന്തമുണ്ടായി 4 മാസം കഴിഞ്ഞ് ഇന്ന് 12ാം ദിവസമാണ്. ടി പി ജയേന്ദ്രൻ, വയനാടിന് വേണ്ടി 5 നയാ പൈസ തരാതിരിക്കാൻ നിങ്ങൾ പറഞ്ഞ ന്യായം എന്താണ്? വയനാടിന് വേണ്ടി 5 നയാ പൈസ കൊടുത്തിട്ടില്ല. 5 നയാ പൈസ 159 കോടി കണക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ടി പി ജയേന്ദ്രൻ പറഞ്ഞു. കള്ളമാണ് പറഞ്ഞത്. ഒരു 159 കോടിയില്ല സാർ.
ഇനി നിങ്ങൾ ഇടപെടില്ലെങ്കിൽ ഞാൻ പറയാം. ഹാഷ്മി വളരെ കൃത്യമായി ഫയലുകളും വീഡിയോകളും ഒക്കെ എടുത്തു വെച്ച് തന്നെയാണല്ലോ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. അതിനിടയിൽ നിങ്ങൾ ഇൻട്രോ ചോദിച്ചു. വി മുരളീധര, ഞാൻ ഹാഷ്മിക്ക് വേറൊരു വീഡിയോ അയച്ചു തരാം. അനിയൻ ബാബയും ചേട്ടൻ ബാബയും വയനാട്ടിൽ വി മുരളീധരൻ പറഞ്ഞ അതേ കാര്യം, അവിടെ ഉണ്ടായ ദുരന്തത്തെക്കുറിച്ച് കേരളത്തിലെ PWD വകുപ്പ് മന്ത്രിയും വയനാട്ടിലെ MLAയും ഒരുമിച്ച് നടന്ന് ഒരു ജലാശയത്തിന്റെ ഭിത്തിയിലൂടെ നടന്ന് വയനാട്ടിൽ ഉണ്ടായത് എന്താണ് എന്ന് പറയുന്നതിന്റെ വീഡിയോ ഞാൻ അയച്ചു തരാം. ഒന്ന് 24 ന്യൂസ് സംപ്രേഷണം ചെയ്യുമോ? സംപ്രേഷണം ചെയ്തതാണ് ഓൾറെഡി. ആ കണ്ണട മാറ്റണം ഹാഷ്മി. ഓൾറെഡി സംപ്രേഷണം ചെയ്തതാണ് സാറേ. മുമ്പാകെ എന്താ കേരളം പറഞ്ഞത്? അല്ല നിർത്താം, അല്ല ഞാൻ അവസാനിപ്പിക്കാം. അല്ല ഞാൻ പറഞ്ഞുതരാം സാർ, പറയാം സാർ. ഞാനതൊരു ക്ലാരിറ്റി പറഞ്ഞുതരാം. എന്താണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്? എന്താണ് എന്ന് പറഞ്ഞാൽ മുണ്ടക്കൈ ചൂരൽമല ഉണ്ടായ ദുരന്തത്തിൽ വയനാട് കൂടുതൽ ക്ലാരിറ്റി തരല്. അല്ല താങ്കൾ ഈ പറഞ്ഞ ഞങ്ങൾ ക്ലാരിറ്റി തരാം. ഞാൻ ഉത്തരം പറഞ്ഞിട്ടല്ലേ ക്ലാരിറ്റിക്ക് ചോദിക്കരുത്. അല്ല അനിയൻ ബാവ ചേട്ടൻ ബാവിൽ അങ്ങനെ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടുന്നില്ലല്ലോ. ഒന്ന് അവസരം തരൂ. പറഞ്ഞോളൂ. ഒന്ന്, നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുമ്പോൾ വായയിൽ കോലിട്ടിളക്കരുത്. നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കും. ഒരു സംവാദമാകണമെങ്കിൽ എന്റെ ഭാഗങ്ങൾ കൂടി കേട്ടിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ അംഗീകരിക്കണമെന്ന് ഒരു താല്പര്യവും എനിക്കില്ല. പ്രേക്ഷകരാണ് നിങ്ങളെയും എന്നെയും തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മുമ്പാകെ ഞാൻ ചോദിക്കും, ഇന്ന് കോടതിയിൽ പറഞ്ഞ കാര്യം എന്താ? നിങ്ങളുടെ കയ്യിൽ ഇത്രയും പണം ഉണ്ടായിരുന്നു ഒന്നിന്. ഇന്ന് പറഞ്ഞ എന്താണ്? നിങ്ങളുടെ പത്രം, നിങ്ങളുടെ മാസിക, നിങ്ങളുടെ എന്താ പറയാ ലൈബ്രറി ചാനൽ തന്നെ പുറത്തുവിട്ടത് 638.95 കോടി രൂപ വിവിധ ങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഹാഷ്മി കേൾക്കണം. രണ്ടാമത്തേത്, ഇനി 61.53 കോടി രൂപ വരാൻ പോകുന്ന വേനൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പൈസയ്ക്ക് ഫോർമർ ചെലവുകൾക്ക് വേണ്ടി ഇല്ലാത്ത കണക്കിന് ഞങ്ങൾ നീക്കി വെച്ചു, ബാക്കിയുള്ളത് ഇനിയുള്ളത് നീച്ചു എന്ന് വെച്ചാൽ വയനാട്ടിന് കൊടുക്കാൻ ഞാൻ ഹാഷ്മി എടുത്തു 5ന്റെ പൈസ വയനാടിന് വേണ്ടി ഗവൺമെന്റ് ചെയ്തോ ഹാഷ്മി? BJP ഗവൺമെന്റ് കൊടുത്തു. UP ഗവൺമെന്റ് 20 കോടി, മധ്യപ്രദേശ് ഗവൺമെന്റ് 10 കോടി, ഛത്തീസ്ഗഡ് ഗവൺമെന്റ് 10 കോടി, മഹാരാഷ്ട്ര ഗവൺമെന്റ് 10 കോടി. എത്ര 5ന്റെ പൈസ കേരളം കൊടുത്തു എന്നൊരു ചോദ്യം ചോദിക്കാൻ ഹാഷ്മിയിലെ മാധ്യമപ്രവർത്തകന് സാധിക്കുമോ? ഇനി ഇന്ന് കേന്ദ്രത്തിലെ കോടതിയിൽ ഹാഷ്മി കേരളത്തിന്റെ അക്കൗണ്ട്സ് ഓഫീസർ പോയിട്ട് 5ന്റെ പൈസ ചെലവഴിച്ച കണക്ക് പറഞ്ഞോ? ഇതൊന്നും കാണാതെ താങ്കൾ പറഞ്ഞു വി മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്, അല്ലെ അതേ കാര്യങ്ങൾ തന്നെ അനിയൻ ബാബു ചേട്ടൻ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു എന്നാണ്. കേരളത്തിലെ മന്ത്രിമാർ പറഞ്ഞത് എന്താണ്? വേണ്ട, ഞാൻ കേട്ടതാണ്. കേരളത്തിന്റെ മന്ത്രിമാർ പറയുന്നത് എന്താണ്? ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന്റെ ടൂറിസം മേഖല ഒന്നാകെ ഇരുന്നു പോകുമ്പോൾ, അങ്ങോട്ടേക്ക് ആളുകൾ പോകാൻ ഭയക്കുമ്പോൾ ആ നാട് പൊട്ടി വീണ് നട്ടിൽ നിന്ന് ഉയർക്കണം എന്ന നല്ല ബോധ്യത്തിൽ പറയുന്നതാണ്. അത് കൺസ്ട്രക്റ്റീവായി പറയുന്നതാണ്. അങ്ങയുടെ നേതാവ് വി മുരളീധരൻ പറഞ്ഞ എന്തിനാണ്? സഹായം നിഷേധിക്കാൻ പറയുന്ന കാരണമാണ്. എന്താണ്? 3 പഞ്ചായത്ത് 2 വാർഡല്ലേ ഉള്ളൂ, ഒരു നാട് മൊത്തം ഒഴിച്ചു പോയിട്ടില്ല. അത് നാശോന്മുഖമാണ്. TP കേന്ദ്രൻ, അത് നാശോന്മുഖ പ്രതികരണമാണ്. ഹാഷ്മി വി മുരളീധരനും രാജ്നാഥ് സിംഗും പറഞ്ഞത് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട, ജനം കേൾക്കട്ടെ. ഞാൻ അയച്ചു തരാം. നിങ്ങൾ സംപ്രേഷണം ചെയ്യുമോ? പറഞ്ഞതും ഒരുമിച്ച് നടന്നു പറയുന്നതും നിങ്ങൾ സംപ്രേഷണം ചെയ്യോ? അത് സംപ്രേഷണം ചെയ്ത ഞാനത് കാരണം പറയല്ലേ. ഒന്നും കൂടെ അല്ല, രാജ്നാഥ് സിംഗ് കോൺടെക്സ്റ്റ് മാറ്റമാണ് ചെയ്തായിരുന്നല്ലോ. അത് കോൺടെക്സ്റ്റ് മാറ്റം. വീണ്ടും ഞാൻ സംപ്രേഷണം ചെയ്യാം. ഒന്ന് സംപ്രേഷണം ചെയ്യാം. അല്ല പാകിസ്ഥാനോട് സ്നേഹമുണ്ടല്ലോ, നല്ല കാര്യം സാർ. അല്ല പാകിസ്ഥാൻ മുടിഞ്ഞു പോകുമ്പോൾ നമ്മൾ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉദാര മനസ്സുണ്ടല്ലോ. ആ ഉദാര മനസ്സിന് 100 കാണിക്കുന്നില്ല വയനാട്. അതാണ് ചോദ്യം. TP കേന്ദ്രൻ, താങ്കൾ പറഞ്ഞു, താങ്കൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു 159 കോടി അനുവദിച്ചു താങ്കൾ പറഞ്ഞു. ഞാൻ താങ്കൾക്ക് ഉത്തരവച്ചു തരാം. 159 കോടിയുടെ കള്ളക്കഥ BJP നേതാക്കൾ ആവർത്തിച്ച് പറയുന്നു ചർച്ചകളിൽ. ഞാൻ താങ്കൾക്ക് ഉത്തരവച്ചു തരാം. TP ജയേന്ദ്രൻ, ടു ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള, ഒന്ന് കാണിക്കാവോ? ആ ഉത്തരവ് ഒന്ന് കാണിക്കാവോ? ടു ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള തിരുവനന്തപുരം എന്നയച്ചതാണ്. അതിൽ പറയുന്നു സബ്ജക്ട് ലാൻഡ് സ്ലൈഡ്സ് ഫ്ലാഷ് ഫ്ലഡ് ഓഫ് 2024 സെൻട്രൽ അസിസ്റ്റൻസ് ടു കേരള. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ പറയാം. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫ് ടേക്കിംഗ് ഇൻ പ്രേക്ഷകർ കാണുന്നുണ്ട്. ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദ 1 April 2024 സോ as the amount of 153.467 കോടി. ഈ പറഞ്ഞ 153 കോടിയാണ് നിങ്ങൾ പറയുന്ന കോടി. Approved by HLC from NDRF is less than the 50% of the balance available in the SDRF account. ഏതാണ്ട് കൂട്ടിക്കഴിക്കുന്ന സങ്കീർണമായ കണക്കാണ്. അടുത്ത വരി, the net outgo from the NDRF will be nil for instant calamity. എന്താണ്?
ദ നെറ്റ് ഔട്ട് ഗോ ഫ്രം ദ NDRF വിൽ ബി നിൽ. 153 കോടി പേപ്പറിലാണ് ആന മൊട്ട കിട്ടിയത്. TP ജയേന്ദ്രൻ 153 കോടി കിട്ടിയ കണക്കിന് പറയല്ല, ഇനി വ്യാജം പറയലാണത്. ഹാഷ്മി, യെസ് ഹാഷ്മി, മെനിഞ്ഞാന്ന് കോടതി പറഞ്ഞത് തന്നെ ഇതാണ് ഹാഷ്മി. നിങ്ങളെപ്പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ മിണ്ടിയില്ല. അദ്ദേഹം ചോദിച്ചു, പാസ്ബുക്കിൽ കാണും, അക്കൗണ്ടിൽ കാണില്ല. ഹാഷ്മി, ഇത് തന്നെയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും പറഞ്ഞത്. പുട്ടടിക്കും പലപ്പോഴും. ഇനി കണക്കുകൾ വേണോ നിങ്ങൾക്ക്? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കണക്കുകൾ കേന്ദ്ര ഹെഡിലുള്ള അക്കൗണ്ട് അല്ലേ TP ജയേന്ദ്രൻ മാഷെ? ഉത്തരവാദിത്തമില്ലാതെ SDRF എടുത്ത് പുട്ടടിക്കുന്ന അങ്ങ് പറയാവോ? SDRF എന്ന് പറയുന്നത് നാഷണൽ ഹെഡിലുള്ള പണമല്ലേ? അത് നാഷണൽ ഡെവലൂഷന്റെ ഭാഗമായി കിടക്കുന്ന പണമല്ലേ? അതിൽ നിന്ന് 10 രൂപ എടുത്ത കേന്ദ്രം അറിയില്ലേ? അതെടുത്ത് പുട്ടടിച്ചു എന്നൊക്കെ അങ്ങ് ഉത്തരവാദിത്തമില്ല പറയാവോ TP ജയേന്ദ്രൻ? ഹാഷ്മി മിണ്ടാ സമ്മതിക്കോ നിങ്ങൾ എന്നെ? പറയൂ, അങ്ങ് പറയൂ. ഞാൻ നിങ്ങളുടെ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ രാജ്യത്ത് ദുരന്തം ഉണ്ടാകുമ്പോൾ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ഉണ്ടാക്കിയതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളും പ്രസക്തിയും ഉണ്ടോ? അല്ല, ഞാൻ വ്യക്തിപരമായി എന്നോട് ചോദിക്കുകയാണ്. അത് ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് ഉണ്ടാക്കിയതല്ലേ? എന്താ പ്രൈമറി റെസ്പോൺസിബിലിറ്റി തുടങ്ങിയോ? നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടില്ല ഹാഷ്മി. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടില്ല. എന്റെ വായിൽ കയറി നിങ്ങൾ ഇങ്ങനെ കോരിട്ടിടക്കുന്ന ചർച്ച നന്നായി കൊണ്ടുപോകാനല്ല. അത് ശരിയല്ല, അതൊരു മര്യാദയല്ല. നിങ്ങൾക്ക് BJPയുടെ എതിർപ്പുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്റെ മുമ്പിലുണ്ട് ഹാഷ്മി. അതിൽ കൃത്യമായിട്ട് അന്ന് പറയുന്നു എന്താണ്? ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ദ സെന്റർ ഷുഡ് അസിസ്റ്റ്. അതിനു വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ പോയില്ലേ TP ജയേന്ദ്രൻ? ഈ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ പോയില്ലേ? രാവിലെ പോയില്ലേ? രാവിലെ പോയി വൈകിട്ട് 1000 കോടികൾ അനുവദിച്ചില്ലേ? അപ്പൊ അവിടെ ഒന്നും ബാധകമല്ലേ? അവിടെ ഒന്നും ബാധകമല്ലേ? ഇത് അവസാനിപ്പിച്ചിട്ട് പോരെ? ഞാൻ പറയാം, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് വായിച്ചല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ഇടയ്ക്ക് തടസ്സപ്പെടുത്തും. അത് ഞാൻ പറയാം. നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഇന്ന് കോടതിയുടെ ചർച്ചയാണ്. നിങ്ങളുടെ വിജയകുമാർ പറഞ്ഞ വാർത്തയാണ് നിങ്ങൾ തമസ്കരിക്കുന്നത്. അസത്യമാണ് നിങ്ങൾ പറയുന്നത്. തമിഴ്നാടിന് ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടിന് അർഹതപ്പെടാത്ത തുക കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അത് ഫിനാൻസ് കമ്മിറ്റിയുടെ മുമ്പാകെ ചോദ്യം ചെയ്യപ്പെടാവുന്നതല്ലേ? അപ്പൊ എന്റെ ആക്ട് പറയാൻ നിങ്ങൾ അനുവദിച്ചില്ല. ഞാൻ എങ്ങനെ കിട്ടും? തമിഴ്നാടിന് SDRF ഇല്ലേ? ഉണ്ട്. SDRFന്റെ ഫണ്ടിൽ പണമില്ലേ? ഉണ്ട് അല്ലേ? തമിഴ്നാട്ടിൽ രാവിലെ പോയി വൈകിട്ട് പണം കൊടുക്കാൻ ഈ പറയുന്ന മാനദണ്ഡവും അങ്ങ് ഈ പറയുന്ന എന്താണ് 2005 ഈ പറയുന്ന ആക്ടിന്റെ നൂലെഴുകേറി പരിശോധിക്കലും ഇല്ല അല്ലേ? കേരളത്തോട് വരുമ്പോൾ ഇതൊക്കെ ഉണ്ട്. പാകിസ്ഥാന് സഹായം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇതൊന്നും ഇല്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം ഉണ്ട് അല്ലേ? അതല്ലേ സാറേ? ഹാഷ്മി, നിങ്ങൾ അല്ല ഒറ്റ കാര്യം അല്ല. ഹാഷ്മി തമിഴ്നാട് ഭരിക്കുന്നത് BJP അല്ലല്ലോ, തമിഴ്നാട് ഭരിക്കുന്നത് NDA അല്ലല്ലോ. അപ്പൊ രാഷ്ട്രീയ വിവേചനമല്ലല്ലോ തമിഴ്നാടിന് സഹായം നൽകുന്നതിനുള്ള തടസ്സം. ഭരിക്കുന്നത് NDA അല്ല. നല്ല വാദമാണ്. ശരി, പക്ഷേ നല്ല ലോജിക്കാണ്. പക്ഷെ അതിലെ പ്രശ്നം എന്താണ്? ഈ പറഞ്ഞ SDRF ഉള്ള ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെയുള്ള ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ബാധകമായി നിൽക്കെ ഈ അടിയന്തര സഹായം അനുവദിക്കാൻ പ്രധാനമന്ത്രി ഡിസ്ക്രിഷണറി പവറോടെ നിൽപ്പുണ്ട് എന്നിരിക്കെ തമിഴ്നാടിന് രാവിലെ പോയി കണ്ട് വൈകിട്ട് 900 ചില്ലുവാനും കൂടി അനുവദിക്കാമെങ്കിൽ കേരളത്തിൽ നിന്നും അനുവദിച്ചിരുന്ന ചോദ്യം മറുപടി അല്ല സാറേ. അത് പരാതിപ്പെടാനുള്ള മറുപടി. 2, ഇതിനോടകം തമിഴ്നാട് കോടതിയിലുണ്ട്. എന്താണ്? കഴിഞ്ഞ ചുഴലിക്കാരന്റെ ഫണ്ടിൽ ഈ കേന്ദ്രം പൈസ തരുന്നില്ല. കേന്ദ്രമേ അല്ലെങ്കിൽ പ്രിയപ്പെട്ട കോടതി ഒരു കോടതിയിലുണ്ട് തമിഴ്നാട്. അവിടെ പ്രഹരം കിട്ടും. അതുകൊണ്ടാ രാജു പി നായർ ഇവിടെ ഇന്ന് കോടതിയിലൊക്കെ വന്നു. ശരിയാണ് ഈ പറഞ്ഞ ശരി. രാജു പി നായർ ഇന്നിപ്പോ കോടതിയിലേക്ക് വന്നു. കോടതിയിൽ സംസ്ഥാനം അതിനെ കൊണ്ട് കഴിയാവുന്ന കണക്ക് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കോടതി ഇതുപോലൊരു പ്രത്യേക സമയത്ത് 4 മാസം കഴിഞ്ഞ് 12ാം ദിവസം കണക്ക് ചോദിക്കുമ്പോൾ ഇന്നാ കണക്ക് എന്നിടത്ത് മേശപ്പുറത്ത് വെക്കേണ്ടതാണ്. അത് ഒന്നുകൂടി പഠിച്ചിട്ട് പറയാമെന്ന് നേരത്തെ അതൊക്കെ തെറ്റ്. പക്ഷെ കോടതിക്ക് ഇന്ന് ബോധ്യപ്പെട്ടു. കാരണം എന്താണ്? കോടതി പറയുകയാണ് SDRFന്റെ ഈ തുക പേപ്പറിലല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ്. അത് കേരളത്തോട് പറയുന്നതല്ല, അത് കേന്ദ്രത്തോട് പറയുന്നതാണ്. രാജു പി നായർ, ആഷ്മി, ഈ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഈ കണക്കുകളുടെ സങ്കീർണതയും ഈ അനാവശ്യമായിട്ടുള്ള സാങ്കേതികത്വമൊക്കെ പറയുന്നതൊക്കെ ഒരു പരിധി വരെ അവിടെ നിൽക്കട്ടെ.
ഞങ്ങൾ എപ്പോഴും കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് കേന്ദ്രത്തെ ഇതിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിമർശനം ഉന്നയിക്കുന്നവരാണ്. പാർലമെന്റിൽ ഉന്നയിക്കുകയും പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉന്നയിക്കുകയും ഇപ്പോൾ ശശി തരൂരിന്റെ നേതൃത്വത്തിലും എല്ലാം കേരളത്തിന് സഹായം നൽകാത്തതിനെ സംബന്ധിച്ച് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നവരാണ്. അദ്ദേഹത്തോട് ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അവസരം വരുമ്പോൾ അദ്ദേഹം ഒന്ന് പറയണം, 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൽ ഏത് വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേരളത്തെ സഹായിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. എനിക്കതിനകത്തൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹം 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇടതും വലതും കൂടി ഒരുമിച്ചിരുന്ന് പാസ്സാക്കിയതാണെന്ന് പല പ്രാവശ്യം പറഞ്ഞല്ലോ. അതിലെ ഏത് വകുപ്പാണ് കേരളത്തെ സഹായിക്കാൻ കേന്ദ്രത്തിന് വിലങ്ങുതടിയായിട്ടുള്ളത് എന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. അഡ്വാൻസ് ആയിട്ട് ഒരു തുക അനുവദിക്കുന്നതിന് കേന്ദ്രത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനുള്ള വിവേചനാധികാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ട്. അദ്ദേഹം വയനാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ആ ഒരു അഡ്വാൻസ് തുക, അടിയന്തര സഹായം ഇത്രയുണ്ട്, ബാക്കി കണക്കുകൾ വരട്ടെ എന്ന് പറയും എന്നായിരുന്നു. അതോടെ നിൽക്കട്ടെ. ഇപ്പം 4 മാസം കഴിഞ്ഞു ഹാഷ്മി. ഞാൻ ഒരു പ്രസ്താവന വായിക്കാം. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞാണ്, വയനാട് മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രം സഹായിച്ചാലും ഇല്ലെങ്കിലും ദുരിതബാധിതരെ ലോകത്തിന് മാതൃകമായ രീതിയിൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ ഇനിയും കേന്ദ്രത്തെ സമീപിക്കുമെന്നും അത് സർക്കാരിൻ്റെ സംസ്ഥാനത്തിൻ്റെ അവകാശമാണെന്നും നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് തിരിച്ചറിയണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടാമത്തേനോട് ഞങ്ങൾക്ക് പൂർണ്ണ യോജിപ്പാണ്. നവംബർ 17 നടത്തിയ ഈ പ്രസ്താവന കഴിഞ്ഞിട്ട് ഡിസംബർ 17 680ഓളം കോടി രൂപ ഈ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിനു മാത്രമായിട്ട് ഈ ലോകത്തുള്ള മലയാളികളും മറ്റ് സർക്കാരുകളും ഉൾപ്പെടെയുള്ള എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത് അവിടെ കിടപ്പുണ്ട്. അല്ലാതെ ബാക്കിയുള്ള തുക കൂടി CMDRF ചേർത്ത് വെച്ചാൽ 1700 കോടി രൂപ ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണമായി കിടപ്പുണ്ട്. ഒരിടത്തും ഒരു അനുമതിക്ക് പോകണ്ട. കേരളത്തിൻ്റെ മന്ത്രിസഭ കൂടിയാൽ മാത്രം മതി. കേരളത്തിൻ്റെ മന്ത്രിസഭ കൂടെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് സഹായിക്കുന്നതിനുള്ള പണമുണ്ട്. എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇതിന് ഒന്നും ചെയ്യാത്തത്? നവംബർ 17 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ കയ്യും പിടിച്ച് നടത്തിയ പ്രസ്താവന കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല? ഹാഷ്മി, നമ്മളൊക്കെ അവിടെ പോയവരാണല്ലോ. അവിടെ കന്നുകാലികൾ നഷ്ടപ്പെട്ടവരുണ്ട്, അവിടെ ജീവനോപാധികളായിട്ടുള്ള തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് തൊഴിലില്ലാത്ത സാഹചര്യമുണ്ട്, കൃഷിയിടം നഷ്ടപ്പെട്ടവരുണ്ട്, വീട്ടിലെ മുഴുവൻ സാമഗ്രികളും നഷ്ടപ്പെട്ടവരുണ്ട്, ചികിത്സ കഴിയുന്നവരുണ്ട്. ഇവരെല്ലാവരും അവിടെ നിൽക്കുകയാണ്. കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിലടിയിൽ ഇവർക്ക് എന്തു പങ്കാവുള്ളത്? ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാനത്ത് 680 കോടി രൂപ വയനാടിന് വേണ്ടി മാത്രം ലഭിച്ചപ്പോൾ 7.5 കോടി രൂപ മാത്രമാണ് അവിടെ ചെലവഴിച്ചത്. 7.5 കോടി കഴിഞ്ഞ് ബാക്കി 670 കോടി രൂപയുടെ അടുത്ത് ഈ സർക്കാരിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പണം ഒരു പ്രശ്നമല്ല. അവിടുത്തെ പാവപ്പെട്ട അമ്മമാർക്ക്, സഹോദരിമാർക്ക്, തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ടവർക്ക്, കന്നുകാലികളെ നഷ്ടപ്പെട്ടവർക്ക്, പശുക്കളെ നഷ്ടപ്പെട്ടവർക്ക് ഈ ഒരു പാക്കേജ് ഉണ്ടാക്കി ആ പശുവിനെയും തയ്യൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തയ്ച്ചും പാല് കറന്നും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ലേ ഹാഷ്മി? അവിടെ കൃഷിയിടങ്ങളുണ്ടായിരുന്നു. കൃഷിയിടത്തിൽപ്പെട്ട ഈ കർഷകർ ഇതിനകത്ത് ഉൾപ്പെടാത്തവരുണ്ട്. അവരുടെ കൃഷിയിടങ്ങളിൽ ഇന്ന് കാപ്പിയും ഏലവും ഉൾപ്പെടെ കായ്ച്ചു കിടക്കുകയാണ്. അവർക്കിത് പറിച്ചെടുത്താൽ അവർക്ക് അവരുടെ ഒരു വരുമാനം ലഭിക്കും. ഹാഷ്മി, സത്യം അറിയോ എന്താണെന്നുള്ളത്? ഈ പാവപ്പെട്ട മനുഷ്യർ എല്ലാ ദിവസവും മേപ്പാടിയിൽ റവന്യൂ ഓഫീസിന്റെ മുന്നിൽ ചെല്ലണം. റവന്യൂ ഓഫീസിന്റെ മുന്നിൽ ചെന്നാൽ അന്നത്തേക്കുള്ള പാസ് കൊടുക്കും. ആ പാസ് എത്ര കൊടുക്കുന്നോ അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അവർക്ക് തിരിച്ചു പോകണം. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അവിടെ കയറി ഈ പ്രൊഡ്യൂസ് എടുക്കാനുള്ള അവകാശം കൊടുത്താൽ അവർ വന്ന് അത് പറിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ലേ? ഈ പറയുന്ന ചെറുകിട വ്യാപാരികളുടെ സ്റ്റോക്ക് മുഴുവൻ ഒലിച്ചുപോയവർ, അവരെ സഹായിച്ചാൽ അവർ ആ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള കാര്യം ചെയ്യില്ലേ? ഈ കേന്ദ്രവും സർക്കാരും കൂടി സംസ്ഥാന സർക്കാരും കൂടി പറയുന്ന കണക്കുകൾക്കിടയിൽ എവിടെയാണ് ഈ മനുഷ്യർ? അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. ഹാഷ്മി, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിലവിൽ ആ പാട്ടക്കരാറുമായി ബന്ധപ്പെട്ട് കേസുകളുള്ള സ്ഥലത്ത് ഇവർ ഏറ്റെടുക്കാൻ ചെന്നിരിക്കുകയാണ്. അവിടെ ഏറ്റെടുക്കാൻ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും കേസുകൾ കോടതിയിൽ കിടക്കുന്നതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വെച്ച് ബലമായിട്ട് ആ സ്ഥലം ഏറ്റെടുക്കാൻ പോയി. സർവകക്ഷി യോഗത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണല്ലോ. സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു ഭൂമി ഏറ്റെടുക്കുന്നത് ഒരു വ്യവഹാരത്തിലേക്ക് കടക്കാതെ ഏറ്റവും അടിയന്തരമായി ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി ഒരു ചോദ്യം. അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കാൻ ഇന്ന് സാമ്പത്തികം തടസ്സമാണോ? കർണാടക സർക്കാർ 100 വീട് വാഗ്ദാനം ചെയ്തു ഇല്ലേ? ആ കർണാടക സർക്കാർ 100 വീട് വാഗ്ദാനം ചെയ്തിട്ട് സ്ഥലം കൊടുക്കാത്തതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു.
ഞങ്ങൾ വേണമെങ്കിൽ സ്ഥലം മേടിച്ചോളാം. ആ സിദ്ധരാമയ്യെ ഇന്നലെ ഞാനും കൂടി ഉണ്ടായിരുന്ന ചർച്ചയിൽ CPM-ന്റെ പ്രതിനിധി വിളിച്ചെന്ന് അറിയോ? വർഗവഞ്ചകൻ, അല്പൻ, അല്പത്തരം കാണിച്ചു, വഞ്ചകൻ, BJP-ക്ക് വേണ്ടി ഇപ്പോ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഒരു കത്തയച്ചു എന്ന് പറഞ്ഞ മര്യാദ കെട്ട ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്. കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു രാഹുൽ ഗാന്ധി, മുസ്ലിം ലീഗ്, CPM ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മുസ്ലിം പറയുകയാണ് ഈ പറഞ്ഞ സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ ഇനി കാത്തു നിൽക്കുന്നില്ല, ഞങ്ങൾ വീട് ഇറങ്ങാൻ പോകുന്നൊക്കെ പറയും. നമുക്ക് നോക്കാം എന്താകുമെന്ന്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ സനോജ്, ഞാനിന്ന് വൈകിട്ട് ചൂരൽമല ആ വീടുകൾ നട്ടപ്പർക്ക് ഏറ്റവും അടിയന്തരമായിട്ട് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രാഥമികമായ ഉത്തരവാദിത്തമല്ലേ? അതിന് കേസിൽ കിടക്കുന്ന ഒരു ഭൂമി എടുത്ത് അവിടെ പിന്നെയും ഒരു വ്യവഹാരത്തിലേക്ക് പോയി ഹൈക്കോടതിയിൽ വ്യവഹാരം തന്നിട്ട് ഇവർക്ക് എന്ന് വീട് കൊടുക്കാൻ സാധിക്കും? ഇവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത് നല്ല കാര്യം, പക്ഷെ ആ മനുഷ്യർക്ക് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നും 10,000 രൂപ അടിയന്തര സഹായം കിട്ടാത്ത 100ഓളം പേരുണ്ട്. ഞാൻ പറഞ്ഞു വന്നു. ഇപ്പൊ ഇന്ന് ഞാൻ ചൂരൽമലയുള്ള സുൽത്താൻ എന്നൊരാളെ വിളിച്ചു, പേര് മാത്രമായിട്ടുള്ള പാവം സുൽത്താൻ. ആ കുടുംബത്തിലെ അവർക്ക് നഷ്ടപ്പെട്ടത് 26 പേരെയാണ്. ഇനി ആ കുടുംബത്തിൽ മൊത്തത്തിൽ ബാക്കി ജീവിക്കുന്ന 4 മനുഷ്യർ മാത്രമാണ്. ഈ പാചകപ്പണി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരാണ്. ഒന്നാമത് മാനസികമായി തളർന്ന് തരിപ്പണമായി. ഇനി പുറത്തുപോയി ജോലിയെടുക്കാൻ ആരോഗ്യാവസ്ഥയില്ല എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ എന്ന് പറയുന്ന എന്തൊക്കെയോ രോഗബാധിതനാണ്. 8,000 രൂപ വാടകയ്ക്ക് താമസിക്കുകയാണ്, 6,000 രൂപ സർക്കാർ കൊടുക്കുന്നുള്ളൂ. ശ്രീ VK സനോജ്, ഈ 300 രൂപ എന്ന് പറയുന്ന ദിവസം കൊടുക്കുന്ന തുക ഒരു മാസത്തെ പണം കിട്ടി. സുൽത്താനോട് പറയുകയാണ് ഒരുപക്ഷെ 2-ാം മാസത്തെ ഇന്ന് വൈകിട്ട് വന്നേക്കുമായിരിക്കും എന്ന് പറയുകയാണ്. സർക്കാർ ചെയ്യാനുള്ളത് ചെയ്യുന്നുണ്ടോ സനോജ്? കേന്ദ്രത്തെ ചൂട് കുറ്റം പറയുമ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാർ ഈ ദുരന്തമുണ്ടായ ഘട്ടം മുതൽ വയനാട്ടിലെ ജനങ്ങളുടെ കൂടെയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്തത് ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എണ്ണി പറയുന്നില്ല. നമുക്കെല്ലാം വിവിധ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ്? ഇപ്പോൾ വളരെ ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം, കേരളത്തിന് അർഹതപ്പെട്ട, ഈ ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ട കേന്ദ്ര സർക്കാരിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അന്യായമായി തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും അതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളും ഇവിടെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ എന്നാൽ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ, സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ ഒരവസരമായി ഇതെടുക്കാം എന്ന മട്ടിൽ കേരളത്തിലെ UDF ഇതിനെ എടുക്കുകയാണ്. മറ്റൊന്ന് BJP പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരേ സമയത്ത് BJPയും കോൺഗ്രസും സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ വയനാട് ദുരന്തത്തെ ഒരവസരമായി കാണുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഇന്നത്തെ കോടതി ഇടപെടൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കോടതിയിൽ പറഞ്ഞത്, ഇനി കോടതി പറഞ്ഞിരിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ആനുകൂല്യങ്ങളൊന്നും ഈ ദുരന്തബാധിതർക്ക് ലഭിക്കാത്തത് എന്നൊരു വലിയ പ്രചരണമാണ് സംഘടിപ്പിച്ചത്. നമ്മൾ നേരത്തെ തന്നെ ചോദിക്കുന്ന പലവിധ ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ആവശ്യം ഇതൊരു തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി കണക്കാക്കി L3 കാറ്റഗറിയിൽപ്പെടുത്തിയിട്ട് ഇതിനെ നിർവചിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് L3 കാറ്റഗറിയിൽപ്പെടുത്തിയിട്ട് ഒരു തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി ഇതിനെ കാണാത്തത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാമോ? ഞാൻ ഇടപെടാത്തതുകൊണ്ടാണോ സംശയം? കേൾക്കാം, പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കുക? അതിന് ഇതുവരെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ആവശ്യം, ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഈ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ 13-ാം വകുപ്പ് പ്രകാരം അവരുടെ വായ്പകൾ എഴുതിത്തള്ളി അവരെ സഹായിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നായിരുന്നു. കണക്കുകൾ കൊടുക്കാത്തതുകൊണ്ടാണോ ഈ സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കാതിരുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, അടിയന്തരമായി ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ അടിയന്തരമായി ഒരു സഹായം കിട്ടുമല്ലോ. ദുരന്തമുണ്ടായി 10-ാമത്തെ ദിവസം പ്രധാനമന്ത്രി ഇവിടെ പറന്നിറങ്ങി, പരിവാരങ്ങളടക്കം അവിടെ സന്ദർശിച്ചു, അവിടെ നിന്നൊരു കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ചു, അത് രാജ്യത്തെമ്പാടും പ്രചരിപ്പിച്ചു. അങ്ങേയറ്റം നീതിമാനായിട്ടൊരു പ്രധാനമന്ത്രിയാണ് നേരിട്ട് അവിടെ എത്തിയിരിക്കുന്നു എന്നെല്ലാം ആഘോഷിച്ചു. പക്ഷേ എന്തുണ്ടായി? ഒരു 10 പൈസയുടെ സഹായം കൊടുത്തു. തമിഴ്നാട് കൊടുത്തല്ലോ, ത്രിപുരയ്ക്ക് കൊടുത്തല്ലോ, തെലുങ്കാനയ്ക്ക് കൊടുത്തല്ലോ, ഉത്തരാഖണ്ഡ് കൊടുത്തല്ലോ, സിക്കിമിൽ കൊടുത്തല്ലോ, ഹിമാചൽ പ്രദേശിൽ കൊടുത്തല്ലോ. അവിടെ എല്ലാം ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണോ കൊടുത്തത്?
സ്വാഭാവികമായിട്ടും ഇത് സംസ്ഥാന ഗവൺമെന്റോ ആരെങ്കിലും കള്ളം പറയുന്ന കാര്യമല്ലോ. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ബോധ്യപ്പെട്ട കാര്യമല്ലേ. എന്നിട്ട് എന്തുകൊണ്ടൊരു 10 പൈസ കൊടുത്തിട്ടില്ല? ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ജയേന്ദ്ര മാഷയ്ക്ക് ഇതിന് മറുപടി പറയണം. ജയേന്ദ്ര മാഷയ്ക്ക് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രധാനമന്ത്രി വന്നിട്ട് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് ഈ പാവപ്പെട്ട ജനതയ്ക്ക് ഒരു 10 പൈസ കൊടുക്കാതെ ഇങ്ങനെ ചാനലിൽ വന്നിട്ട് അതും ഇതും പറഞ്ഞിട്ട് വി കെ സനോജ് എന്തുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല? ഒരു മനുഷ്യനായ ഒരാൾ ഇത് കോടതി സ്വമേധയാ എടുത്ത കേസിൽ നമ്മൾ നിരന്തരം കോടതി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കോടതി തേടുന്നത് എന്താണ്? കോടതി തേടുന്നത് വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. കോടതി തേടുന്നത് SDRF എത്ര തുകയുണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തോട് ചോദിക്കാൻ ബാക്കി തുക നമ്മുടെ കയ്യിൽ എത്രയിലുണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ എത്ര തുകയുണ്ട്. ശ്രീ വി കെ സനോജെ, ഇപ്പോൾ ഈ പറഞ്ഞ ചട്ടങ്ങൾ നമുക്ക് മുന്നിലുണ്ടല്ലോ. SDRF ഫണ്ടിൽ നിന്ന് എടുത്ത് ഇഷ്ടംപോലെ ചെലവാക്ക് എന്ന് പറയുന്നത് ഇടുക്കി ഡാമിന്റെ താഴെ നമ്മുടെ വീട്ടിലൊരു പൈപ്പ് വെച്ച് കുടിച്ചു പറ്റിക്കെന്ന് പറയുന്നത് പോലെയാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തത്. എന്തുകൊണ്ടാണ്? ആ SDRF നിന്ന് ഒരാൾക്ക് 10 ലക്ഷം കൊടുക്കുക. എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുമെന്ന് അറിയോ സനോജെ? മാനദണ്ഡ പ്രകാരം ഒരു വീട്ടിൽ ഒരാളുടെ വീട് മുഴുവൻ പൊളിഞ്ഞു പോകണം, ആ വീട്ടിലെ ഒരാൾ മരിക്കണം, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കണം, അവിടെ 2 പശുക്കൾ ഉണ്ടെങ്കിൽ പശുക്കൾ രണ്ടും ചത്തൊടുക്കണം, എന്നാൽ മാത്രമേ SDRF ൽ നിന്ന് പരമാവധി 10 ലക്ഷം ഒരാൾ കൊടുക്കാൻ പറ്റൂ. ഇത് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റാത്ത തോന്നുന്നത് എന്തുകൊണ്ടാണ് വി കെ സനോജ്? ഇത് കോടതിയെ മാത്രമല്ല, ഈ കാര്യങ്ങളാണ് ഞങ്ങൾ കുറേ ദിവസമായിട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള അവതാരകന്മാരുടെ മുന്നിൽ ചാനലുകൾ വന്നിട്ടും ഈ നാട്ടിലെ ആളുകളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ BJPയുടെ വക്താവും കേന്ദ്ര ഗവൺമെന്റും എന്താ പറയുന്നത്? SDRF ൽ പണമുണ്ടല്ലോ, ഞങ്ങളിതാ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആ പണം എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നാ ചോദിക്കുന്നത്. ഞങ്ങൾ നേരത്തെ ചോദിച്ചത് എന്നാൽ SDRF ഈ കർശനമായ മാനദണ്ഡത്തിൽ ഒരു ഉത്തരവിൽ കൂടി തിരുത്തൽ വരുത്താൻ നിങ്ങൾ തയ്യാറാവൂ. ഇനിയിപ്പോൾ SDRF ഫണ്ടെല്ലാം എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളത്തെ ചോദ്യം എന്തായിരിക്കും? SDRF മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് ചെലവഴിച്ചിരിക്കുന്നു, കേന്ദ്ര ഗവൺമെന്റ് മാനദണ്ഡങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ചർച്ച നടക്കുക. അപ്പോൾ SDRF മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് സാധാരണ ജനങ്ങൾക്കുള്ള അവ്യക്തതയെ ഈ BJP ചൂഷണം ചെയ്യുകയാണ്. ഇത് കണ്ടിൽ നടിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പൊ SDRF ഭാഗമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വീട് നഷ്ടപ്പെട്ടാൽ 1.25 ലക്ഷം രൂപയാണ് കൊടുക്കുക. 1.25 ലക്ഷം രൂപയ്ക്ക് ആർക്കാണ് ഇവിടെ വീടെടുക്കാൻ വേണ്ടി കഴിയുക? ഇപ്പോ നമ്മൾ കുറേ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കോടതി പറഞ്ഞ എന്താണ്? ഇന്നും കോടതി പറഞ്ഞത് നിങ്ങൾ ചെലവാക്കിയിട്ട് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കൂ, അതിനുശേഷം ഈ പറഞ്ഞ കണക്കടക്കം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തൂ എന്ന് പറയുകയാണ്. ശ്രീ വി കെ സനോജ്, എന്തുകൊണ്ടാണത്? താങ്കൾ ഈ പറയുന്ന കണക്ക് SDRF കടുത്ത സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള മാനദണ്ഡം എന്നോ എടുത്ത് തോട്ടിൽ കളയേണ്ട ഈ മാനദണ്ഡം, അത് കാരണം ഞങ്ങൾക്ക് SDRF കിടക്കുന്ന പൈസ പ്രയോജനമില്ലാത്ത പൈസയാണ് സാറേ എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് സനോജ്. ഇന്ന് കോടതിയിൽ പറഞ്ഞല്ലോ, ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസവും കോടതിയിൽ പറഞ്ഞു. കോടതിയിൽ മാത്രമല്ല ഈ സമൂഹത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. SDRF കടുത്ത മാനദണ്ഡങ്ങൾ മാറ്റേണ്ടതുണ്ട്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം പണം ചെലവഴിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കാശ്മീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ പണം ചെലവഴിക്കാത്തത്, അല്ലെങ്കിൽ പിന്നെ പണം ചെലവഴിക്കൂലേ? SDRF നിന്ന് എത്ര തുകയാണോ പരമാവധി ചെലവഴിക്കാൻ വേണ്ടി കഴിയുക അത്രയും തുക SDRF ചെലവഴിച്ചിട്ടുണ്ട് എന്നും ഇന്ന് കോടതിയിൽ പറഞ്ഞു. കോടതിയിൽ ഇപ്പം അങ്ങനെ ഒരു കേസ് വന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നയാ പൈസ കൊടുത്തിട്ടില്ല എന്ന കാര്യം ഇന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കപ്പെട്ടല്ലോ. അങ്ങനെ ഒരു കേസ് വന്നതുകൊണ്ട് രാജു പിന്നാർക്ക് എന്തോ സനോജിനോട് ചെറിയ ചോദ്യം. എന്താ രാജു പിന്നാർ? സനോജ് ഞാൻ പറയട്ടെ രാജു പിന്നാർ, നിങ്ങൾ വയനാടിന് വേണ്ടി ആ ഭാഗത്തേക്ക് വരാം, കൊണ്ടാണ് ആ പണം ചെലവഴിക്കാൻ അതിലേക്ക് വരാം. അത് പറയാം, അതിലേക്ക് വരാം. ഇപ്പം വയനാടിന് വേണ്ടി ഫണ്ട് കണ്ടെത്തി. എത്രയാണ് നമ്മുടെ CMDRF നിന്ന്? CMDRF 682 കോടിയാണ് വയനാടുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് വന്നത്. അതെല്ലാം കൂടി ചേർത്ത് 1700 കോടിയോളം ഉണ്ട് എന്ന് ഇവിടെ പറയുകയുണ്ടായി. ഈ 682 കോടി ചെലവഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? 682 കോടി ചെലവഴിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഇത്രയും ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായ പണം SDRF നിന്ന് എടുക്കാൻ കഴിയില്ല. SDRF മാനദണ്ഡ പ്രകാരം എടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് SDRF പണം ചെലവഴിക്കാൻ വേണ്ടി കഴിയുമോ? ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കണമെന്ന് എന്ത് വേണം? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗപ്പെടുത്തണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? അതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു പദ്ധതി തയ്യാറാക്കണം. ആ പദ്ധതിയാണ് ടൗൺഷിപ്പ്. 2 സ്ഥലത്ത് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് കൂടുതൽ പണം ചെലവഴിക്കേണ്ടതുണ്ട്. ആ പണം കൃത്യമായിട്ടും
ശരി, ഞാൻ കൃത്യമായിട്ടും അല്ല, CMDR രാജീവ് ഞാൻ ഒറ്റ അർത്ഥം. ഒറ്റ ടി പി കാര്യം, ജയചന്ദ്രൻ- ആഷ്മി, ഒരു ആ, പറഞ്ഞു ഒറ്റ കാര്യം കൂടി. ഹലോ ആഷ്മി, ഒരു 30 സെക്കൻഡ് ആഷ്മി, ഒറ്റ കാര്യം. നേരത്തെ അദ്ദേഹം കോൺഗ്രസ് വക്താവ് പറഞ്ഞു, കോൺഗ്രസ് കർണാടകയിൽ നിന്ന് സിദ്ധാരാമയ്യ കൊടുത്തു, ഇവിടുന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു, പക്ഷേ ഇതൊന്നും വേണ്ട വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല എന്ന്. എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്, എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്. ഒരുപാട് സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ DYFI 20 കോടി വിരിച്ചിട്ടുണ്ട്. ഞങ്ങളെന്താ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കുന്ന പദ്ധതിക്കനുസരിച്ചും ചെയ്യും എന്നാണ് സിദ്ധാരാമയ്യ 2024 ആഗസ്റ്റ് 3 മുഖ്യമന്ത്രി തന്നെ ടാഗ് ചെയ്തുകൊണ്ട് നന്ദി രേഖപ്പെടുത്തി. അതിന് പുറമെ അതിൻ്റെ ചുമതലയുള്ള ഗീത IAS കർണാടകയിൽ സിദ്ധാരാമയ്യയുടെ ഓഫീസിലേക്ക് വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ചു. ടൗൺഷിപ്പാണ്, ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്, ഏകീകൃത സ്വഭാവം ഉണ്ടാവേണ്ടതുണ്ട്, ഏകീകരിച്ചൊരു പ്ലാൻ തയ്യാറാവേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തയ്യാറാക്കി ഒരു പദ്ധതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കർണാടകയുടെ പണം വാങ്ങിക്കുക. നേതാവിന്റെ ഉൾപ്പെടെ യോഗം ചേർന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചല്ലോ. പിന്നെ എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? മുതലെടുപ്പാണ്. വയനാട്ടിലെ ജനങ്ങളെ മുൻനിർത്തിയിട്ട് BJPയും കോൺഗ്രസും രാഷ്ട്രീയമായ മുതലെടുപ്പെടുത്തുകയാണ്. ഈ പറയുന്ന 100 വീടുകളിൽ സംസ്ഥാനം എന്തെങ്കിലും എന്താണ് അഴകുണമെന്ന് നയം കാണിച്ചോ എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലം ഏറ്റവും ക്രൂഷ്യലായത് വേണ്ട എന്താണ് സ്ഥലമാണ്. ആ സ്ഥലം ഈ പറയുന്ന വ്യവഹാര വഴിയിൽ കൂടി അല്ലാതെ ഏറ്റെടുക്കാൻ സംസ്ഥാനത്തിന് കഴിയില്ലേ? അല്ലാതൊരു സംസാരത്തിലൂടെ അവർക്ക് കൊടുക്കാനുള്ള ചോദിക്കുന്ന പണം എത്രയായാലും അത് കൊടുത്ത ആ സ്ഥലം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയില്ലേ? ഇച്ഛാശക്തിയില്ലെന്ന് ചോദ്യമൊക്കെ ചോദിക്കാം, ഉണ്ട്. പക്ഷെ അതൊന്നും താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം എത്ര ചിലവാക്കിയെന്ന ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്, ഒരു തർക്കവുമില്ല. പക്ഷെ അതൊന്നും എന്തുകൊണ്ട് കേന്ദ്രം തമിഴ്നാടിന് ഈ പറയുന്ന 900 കോടി കൊടുക്കാമെങ്കിൽ കേരളത്തിന് അടിയന്തര സഹായമായി പ്രധാനമന്ത്രിയുടെ ശുദ്ധമായ പ്രിറോഗേറ്റീവിലുള്ള ഒരു പൈസയിൽ 10 കോടിയെങ്കിൽ 10 കോടി തന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയല്ല. TP ജയചന്ദ്രൻ ഏറ്റവും ഒടുവിൽ അമിത്ഷാ പറഞ്ഞത് PDN എന്താണ് കേന്ദ്രം 3.5 മാസം വൈകി എന്നാണ് വലിയ ആനക്കാര്യമായി പറഞ്ഞത്. അത് വ്യാജമായിരുന്നു TP ജയചന്ദ്രൻ. ഈ പറയുന്ന PDN എന്ന് പറയുന്ന റിപ്പോർട്ട് ഏതെങ്കിലും സംസ്ഥാനം ഇവിടെ ദുരന്തമുണ്ടായ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അനാലിസിസ് റിപ്പോർട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനം ഏറ്റവും ചുരുങ്ങിയത് 3.5 മാസം എടുക്കാതെ സമർപ്പിച്ച ചരിത്രമുണ്ടോ TP ജയചന്ദ്രൻ? അതാദ്യം നടത്തിയത് കേരളമല്ലേ? രണ്ടാമത് ഈ പറയുന്ന 154 കോടി രൂപ അധിക സഹായമായി അനുവദിച്ചെന്നും എന്ന് ആവർത്തിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഈ ഉത്തരവിന്റെ കണക്ക് പുറത്തു വരുമ്പോഴാണ് തട്ടിക്കിഴിച്ച് പേപ്പറിലേ ഉള്ളൂ 154 കോടി, അത് കാശായി തന്നിട്ടില്ല. എന്തിനാണ് സാറേ ഇങ്ങനെ നമ്മുടെ ഒരു നാട്ടിൽ ഒരു മഹാദുരന്തം ഉണ്ടായപ്പോഴേക്കും 5 പൈസ കൊടുക്കാതിരിക്കാൻ ഈ ഗവേഷണം കളിക്കൽ? അല്ല, ഹാഷ്മിക്ക് ഈ പറഞ്ഞ വാദഗതി ഒന്നും ആയിരുന്നില്ല മെനഞ്ഞാന്ത ചർച്ചയിൽ ഹാഷ്മി പറഞ്ഞിരുന്നത്. ഇന്ന് ഞാൻ ചോദിക്കുന്നത് 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് നിങ്ങൾ തമസ്കരിക്കുന്നത്. ഞാൻ അംഗീകരിക്കുന്നു. ഒറ്റ ചോദ്യം ഹാഷ്മി, അല്ല നിങ്ങളെപ്പോലെ ഇത്ര ബുദ്ധിയുള്ള വക്കീലിനെ കേരളത്തിലെ അക്കൗണ്ട്സ് ഓഫീസറേക്കാൾ വിവരമുള്ള ആളുകൾ ഉണ്ടായിട്ട് അല്ല ഈ പറഞ്ഞതൊക്കെ ഒന്ന് കോടതി പോയി പറയാൻ തിരുവനന്തപുരത്തെ അക്കൗണ്ട്സ് ഓഫീസർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ കോടതി ഈ പറഞ്ഞതൊക്കെ പറയുമായിരുന്നോ നമ്മളോട്? ഇപ്പൊ കോടതി പറഞ്ഞത് എന്താ? നിങ്ങൾ കണക്ക് കൊടുക്കണം, കണക്ക് തരാതെ 5 പൈസ തരാൻ പറ്റില്ല ഹാഷ്മി. എത്ര ബഹളം വെച്ചാലും ഒരുപക്ഷെ മൃദുല വികാരങ്ങളെ അങ്ങ് ഊട്ടിയെടുക്കാം. തരാൻ പറ്റാത്തതിന്റെ കാരണം അല്ല തുടങ്ങിയോ നിങ്ങൾ? ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ അക്ഷരം മിണ്ടിയില്ല നിങ്ങൾ. ഞാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്റെ വായ കയറും. അങ്ങനെയാണെങ്കിൽ വിളിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് കണക്കാ സാർ കൊടുത്തത്? നിങ്ങൾ കൊടുത്ത കണക്ക് മുഴുവൻ സെൻട്രൽ ഗവൺമെന്റിന്റെ അഫിഡവിറ്റിൽ മര്യാദ കേൾക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. ആദ്യം കേട്ടിട്ട് ഞാൻ എന്താ പറയുന്നത് നോക്കിയിട്ട് വെടിവെക്ക്. ഇന്നലെ വരെ പറഞ്ഞത് എന്താ? നിങ്ങൾ ഓഗസ്റ്റ് 17 കൊടുത്തു. ഓഗസ്റ്റ് 17 കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ 263 കൂടെ. ഞാനീ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് 214.68 സെൻട്രൽ ഗവൺമെന്റ് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞ കാര്യമാണ്. അന്ന് പറഞ്ഞോ നിങ്ങൾ ഹാഷ്മി മെനിയാത്ത ചർച്ചയിൽ ഞങ്ങൾക്ക് 4 മാസം പോരാ? എത്ര മാസം വേണം അവിടെ ഉണ്ടായ നഷ്ടം കണക്കാക്കാൻ? എത്ര വീട് വേണമെന്ന് വെക്കാൻ? അല്ല, എത്ര ദിവസം വേണം? രണ്ടാമത് ഞാൻ ഹാഷ്മിയുടെ അറിവിലേക്ക് പറയാം. ഈ ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങളൊക്കെ ഇതും പിടിച്ച് നടക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ അണിയറയിലായിരുന്നു. അന്ന് കേരളത്തിലെ അന്നത്തെ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രി ഉണ്ടായിരുന്നു ഹോട്ടൽ ഓഷ്യനിൽ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഏറ്റവും പെട്ടെന്ന്, കാരണം കേരളത്തിൻ്റെ ഈ ദുരന്തത്തിൽ കേരളത്തിലെ സർവകക്ഷികളുടെ യോഗം വിളിച്ചു ചേർക്കണം. ഹാഷ്മി, ഇന്നേ വരെ
ഈ വിഷയത്തെ അംഗീകരിക്കാൻ കേരളത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കാനുണ്ടായോ? റിപ്പോർട്ടർ പറയുന്നു അതിന് തുടക്കം കുറിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ 24 പറയുന്നു, ഈ മെനിയാന്നത്തെ ഒരു വാർത്തയിലുണ്ട് അവർ ചെയ്യാൻ പോകുന്നു. സിദ്ധാരാമയ്യ പറയുന്നു തീർന്നില്ല കാശ്മീർ. ഞാൻ നിങ്ങളോട് പറയട്ടെ എന്തുകൊണ്ട് ഭൂമി കിട്ടുന്നില്ല എന്ന്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുത്താൽ ഒരു ഉറുപ്പിക അവർക്ക് കിട്ടില്ല. അവർ ചോദിക്കുന്നു, ഒരു നെഗോസിയേഷന് ഗവൺമെന്റ് വന്നിരുന്നെങ്കിൽ, അതിനു വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഭൂമി ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയല്ലേ അവിടെ ഇത്രയും ഭൗതിക ശരീരം അടക്കം ചെയ്യാനുള്ള ഭൂമി കിട്ടിയത്? ആരാ വില കൊടുത്ത് വാങ്ങിയത്? അതിന് പണം കൊടുത്താൻ ഗവൺമെന്റ് അതിന് കുതന്ത്രം കാണിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇനി വേണം പണം വേണം ഹാഷ്മി, ഇതിനല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി? അതിന് മാനദണ്ഡമില്ലല്ലോ. ഏതോ ഒരു MLA-യുടെ പണം കടം തീർക്കാൻ പറ്റും, വേറൊരു MLA-യുടെ കുടുംബ ഫണ്ട് തീർക്കാൻ പറ്റും, വേറൊരാൾ പോലീസുകാരൻ ഇടിച്ചു മരിച്ച ആഭ്യന്തരമന്ത്രിയുടെ ആളുകൾക്ക് പണം കൊടുക്കാൻ തകയും. കോഴിക്കോടുണ്ടാക്കാം, കാലിത്തൊഴുത്തുണ്ടാക്കാം, പക്ഷേ വയനാട്ടുകാരന് ഒരു 10 സെന്റ് ഭൂമി വാങ്ങാൻ പറ്റില്ല. അവിടെ 800 ചില്ലാണം വീടുകൾ സന്നദ്ധ സംഘടനകൾ ഓഫർ ചെയ്തു. മാനദണ്ഡത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അവർക്ക് വീടുണ്ടാക്കാൻ അവരുടെ ഒരു യോഗമെങ്കിലും ഇത്രയും ദിവസം വിളിക്കാത്തതിന് എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അല്പം പോലും അസ്വസ്ഥത ഉണ്ടാവാത്തത്? അങ്ങ് ഭരിക്കുന്ന പാർട്ടി, അങ്ങ് പ്രവർത്തിക്കുന്ന പാർട്ടി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ 5ന്റെ നയാ പൈസ ആ ഒരു സംസ്ഥാനത്ത് ഉണ്ടായിട്ട് കൊടുത്തിട്ടില്ല സാറേ. അങ്ങ് ഭരിക്കുന്ന അങ്ങ് നേതാവായിരിക്കുന്ന BJP എന്താണ് നേതൃത്വത്തിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് ഒരു നാടിൽ 100-400 മനുഷ്യർ മരിച്ചു വീണു, ഒരുപാട് അനാഥത്വങ്ങൾ ഉണ്ടായി, 10,000-ലധികം വീടുകൾ നഷ്ടപ്പെട്ടു. 5ന്റെ പൈസ തരാതിരുന്നിട്ട് ഈ വാദം പറയാവോ TP ജയേന്ദ്രൻ? ഈ വാദം പറയാവോ സാറേ? സംസ്ഥാന BJP ആവശ്യപ്പെട്, നമ്മുടെ നാട്ടിലെ ഒരു സംസ്ഥാനമാണ് TP ജയേന്ദ്രൻ. സംസ്ഥാന BJP ആവശ്യപ്പെട്, സംസ്ഥാന BJP കേന്ദ്രത്തോട് നോക്കി പറ, കേന്ദ്ര BJP ഈ കേരളം ഈ രാജ്യത്തുള്ള ഒരു സംസ്ഥാനമാണ്, ഞങ്ങൾ കൂടി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, ഇവിടെ ഒരു മഹാദുരന്തം ഉണ്ടായി, 5 പൈസ ഞങ്ങൾ കൂടിത്താ എന്ന് BJP ആവശ്യപ്പെടണ്ടേ TP ജയേന്ദ്രൻ? ഹാഷ്മിയുടെ ചെവിക്ക് കേൾവകത്താത്ത ഞാൻ ഉത്തരവാദിയല്ല. കോടതിയിൽ രേഖാമൂലം പറഞ്ഞു കേരളത്തിന് ആവശ്യമായ പണം നൽകാൻ കേന്ദ്രം തയ്യാറാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞു നിങ്ങളുടെ കണ്ണും കാതും കൊട്ടിയടുത്തതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ എത്ര അലറി വിളിച്ചാലും ഏത് കോടതി പറഞ്ഞാലും ഹാഷ്മിയിലെ രാഷ്ട്രീയക്കാരത് അംഗീകരിക്കില്ല. കാരണം നിങ്ങൾക്ക് ഒരു അജണ്ടയേ ഉള്ളൂ. വയനാടിന് നീതി കിട്ടണം. കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ, വയനാടിന് നീതി കിട്ടണം. അവിടെ ഗതികെട്ട് നിൽക്കുന്ന പരമസാധു മനുഷ്യർ ഒരാൾ പോലും ജീവിക്കാൻ വഴിയില്ലാതെ ഗതികെട്ട് കയറെടുക്കരുത്. അതെന്റെ അജണ്ടയാണ്, അതെന്റെ അജണ്ടയാണ് സാറേ. താങ്കൾ പറഞ്ഞു PDNA, താങ്കൾ പറഞ്ഞു PDNA, TPA തെറ്റിദ്ധരിപ്പിക്കലാണ്. TPA എന്ന് താങ്കൾ പറയാണ് PDNA. ഈ പറഞ്ഞ റിപ്പോർട്ട് കൊടുക്കാൻ ഇത്ര സമയം വേണോ? സിക്കിം സമർപ്പിച്ചു 4 മാസം, ഉത്തരാഖണ്ഡ് സമർപ്പിച്ചു 4 മാസം, ഹിമാചൽ പ്രദേശ് 4 മാസം. നിങ്ങൾക്ക് കുറ്റബോധമില്ല, കാരണം അവിടെയുള്ള ആദിവാസികളാണ്. ശരി, താങ്കൾക്ക് ഈ പറയുന്ന ശരി TP ജയേന്ദ്രൻ അങ്ങ് എന്ത് പറഞ്ഞാലും സംസ്ഥാനത്തിന്റെ കുറ്റങ്ങൾ ഇല്ലെന്നല്ല, ഉണ്ട്. അതെത്ര ചൂണ്ടിക്കാട്ടിയാലും രാവിലെ തമിഴ്നാട്ടിൽ പോയിക്കൊണ്ട് വൈകിട്ട് തമിഴ്നാടിന് 900 ചില്ലുവാനം കോടി അനുവദിക്കാമെങ്കിൽ, പാകിസ്ഥാന് വരെ സഹായം നൽകാം എന്ന് രാജ്നാഥ് സിംഗിന് പറയാമെങ്കിൽ, കേരളത്തിന് 5 പൈസ തരാത്തത് എന്താണ് എന്നതിന് അങ്ങേക്ക് മറുപടി പറയാൻ കഴിയില്ല. എന്താണ് കാരണം? അത് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. തിരികെ തമിഴ്നാട്ടിലേക്ക് ശേഷം രാജു പി നായർ, ഇത് എന്താണ് ഒരു ഘട്ടത്തിൽ BJPയുടെ രാഷ്ട്രീയ വേട്ടയല്ല എന്നുപോലെ എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? രാജു പി നായർ, രാജ്നാഥ് സിംഗ് ആയിരുന്നു ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരുന്നിരുന്നെങ്കിൽ ഇതിനോടകം അടിയന്തരമായി എന്തെങ്കിലുമൊക്കെ കിട്ടിയേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കാരണം എന്താണ്? ഇവിടെ മഹാപ്രളയമുണ്ടായി, രാജ്നാഥ് സിംഗ് അന്ന് വന്ന് കേരളം കണ്ടു, 500 കോടി അന്ന് വൈകിട്ട് പ്രഖ്യാപിച്ചു ശ്രീ രാജു പി നായർ. അപ്പോൾ എമ്പതിയുടെ പ്രശ്നമാണ്. രാജ്നാഥ് സിംഗിനില്ലാത്ത സഹാനുഭൂതി, എമ്പതി അമിത്ഷായ്ക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് രാജു പി നായർ? ഹാഷ്മി, അതിലേക്ക് എത്താം. അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വയനാട്ടിലെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതിൽ വസ്തുതകളും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമാണ്. അതിൽ സംഘപരിവാർ വിരുദ്ധത എത്രയുണ്ട്, കേന്ദ്ര സർക്കാർ വിരുദ്ധത എത്രയുണ്ടെന്നുള്ള ബാരോമീറ്ററായിട്ട് ദയവ് ചെയ്ത് CPM-ന്റെ പ്രതിനിധി സനോജ് വരണ്ട. എന്നെ സംഘപരിവാർ വിരുദ്ധതയും കേന്ദ്ര സർക്കാർ വിരുദ്ധതയും പഠിപ്പിക്കാനും വേണ്ട. അതെനിക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ഞാനിവിടെ ചോദിക്കുന്നത്, ഇപ്പോൾ സനോജ് പറയുന്നു വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പണം. ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, എത്ര വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്? പരമാവധി 1000 വീടുകൾ എടുത്തോ, ഇവിടെ കണക്ക് ഇപ്പോഴും ഇല്ല കേട്ടോ, പക്ഷെ ഇരിക്കട്ടെ, 10,000 വീടുകൾക്ക് സർക്കാർ പറയുന്നത് 10 ലക്ഷം രൂപ വെച്ചിട്ടാണല്ലോ. 1000 വീടുകൾക്ക് സർക്കാർ പറയുന്നത് 10 ലക്ഷം രൂപ വെച്ചിട്ടാണല്ലോ. അങ്ങനെ 10 ലക്ഷം രൂപ വെച്ച് 1000 വീടുകൾ നിർമ്മിക്കേണ്ടി വന്നാൽ പോലും അത് 100 കോടിയല്ലേ ആവുന്നുള്ളൂ.
അതിൽ തന്നെ ഏകദേശം 400 വീടുകൾ പല സംഘടനകൾ, ഞങ്ങൾ ഉൾപ്പെടെ പല സംഘടനകളായിട്ട് ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഏകദേശം 600 കോടി എന്ന് വെച്ചാൽ 600 വീടുകൾ എന്ന് വെച്ചാൽ ഏകദേശം 6 കോടി രൂപ മാത്രമേ 60 കോടി രൂപ മാത്രമേ അതിനകത്ത് ആവശ്യമുള്ളൂ. 682 കോടി രൂപ കയ്യിലില്ലേ? നിങ്ങൾ പണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ആ പാവപ്പെട്ട മനുഷ്യർക്ക് നീതി നിഷേധിക്കുന്നത്? പണം ലഭിക്കണം, ഒരു സംശയവും വേണ്ട. പണം ലഭിക്കുമ്പോൾ നിങ്ങൾ അത് റീകൂപ്പ് ചെയ്തോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. പക്ഷെ ആ പണത്തിന്റെ തർക്കത്തിന്റെ പേര് പറഞ്ഞ ആ പാവപ്പെട്ട മനുഷ്യർക്ക് നിങ്ങൾ, ഞാൻ ചോദിച്ചല്ലോ, അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് പണം കൊടുക്കാൻ എന്ത് തടസ്സം? നിങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നു, ശരി, ടൗൺഷിപ്പ് എല്ലാം ഒരേ മാതൃകയിലുള്ള വീട് വേണം, അതെല്ലാം പറയുന്നു. അതിന്റെ സാങ്കേതികത്വത്തിലേക്ക് ഞാൻ വരാം. അവർക്ക് ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക്, സ്റ്റോക്ക് നഷ്ടപ്പെട്ടവർക്ക് സഹായം കൊടുക്കാൻ എന്തുകൊണ്ട് അമാന്തം? നിങ്ങൾ എന്തുകൊണ്ട് 4 മാസം കൊണ്ട് 7.5 കോടി രൂപ മാത്രം ആ 682 കോടിയിൽ നിന്ന് ചിലവാക്കിയിട്ട് അങ്ങോട്ട് ഡൽഹിയിലേക്ക് നോക്കിയിരിക്കുന്നു? ഡൽഹിയിൽ നിന്ന് പൈസ കിട്ടില്ലെങ്കിൽ വേണ്ടെന്നേ. മലയാളിയുടെ ആത്മാഭിമാനം കൊണ്ട് നമുക്കതിനെ നേരിടാം. മലയാളികൾ ഒരുമിച്ച് ചേർന്ന് സമാഹരിച്ചതല്ലേ 682 കോടി. ആ 682 കോടി കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ കണക്ക് പറഞ്ഞ് ഈ ജനങ്ങൾക്ക് നീതി നിഷേധിക്കല്ലേ? അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെ സ്ത്രീകളെ സഹായിക്കാൻ ഉള്ള മാർഗമില്ല, ചികിത്സ കിട്ടാത്തവർക്ക് സഹായം കൊടുക്കാൻ കഴിയുന്നില്ല. ഈ സ്ഥലം ഏറ്റെടുത്തു. ഞാൻ ചോദിക്കട്ടെ, നിലവിൽ കേസിലുള്ള സ്ഥലം 99 വർഷത്തെ പാട്ടക്കരാറിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഹാരിസൺ മലയാളവുമായിട്ട് കേസുള്ള സ്ഥലം നിങ്ങൾ ഇതിന് തെരഞ്ഞെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നിങ്ങൾ എടുക്കാൻ പോകുന്നു. അതിനു പകരം അവിടുത്തെ തൊഴിലാളി പ്രശ്നം പോലും പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടതാണ്. അവരോട് സംസാരിച്ച് സമവായത്തിൽ അവിടെ ചെയ്യാൻ. ഞാൻ ചോദിക്കട്ടെ, വയനാട് ആരെങ്കിലും ഇതിനു വേണ്ടി ഭൂമി തരില്ല എന്നുള്ള വാശി പിടിക്കുമോ? പകരം ഏകപക്ഷീയമായിട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ആ ഏകപക്ഷീയമായിട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് നിയമക്കുരുക്കിലേക്ക് പോകുന്നു. ഇനി ആ നിയമക്കുരുക്ക് കഴിഞ്ഞ് ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട മനുഷ്യർക്ക് 2 മാസം കഴിഞ്ഞ് വാടക കിട്ടാത്തവരുണ്ട്. ഹാഷ്മി, ഇവരാരോട് പോയി പറയണം? നിങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ഈ പണം കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ മത്സരിക്കുകയല്ലേ? ആ പണം കിട്ടട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പണം കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് CMDRFിലേക്ക് റീകൂപ്പ് ചെയ്യാനുള്ള ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അത് ചെയ്യാൻ സാധിക്കും. പക്ഷെ 682 കോടിയിൽ 7.5 കോടി മാത്രം ചെലവഴിച്ച് ബാക്കി പണം കയ്യിൽ വെച്ചിട്ട് ആ പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ നിങ്ങൾ സഹായിക്കില്ല എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ, ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അതേ മനോഭാവമാണ്. നിങ്ങൾക്ക് പണത്തിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ അതേ മനോഭാവമാണ്. വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ വിലപേശലാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ കേന്ദ്ര വിരുദ്ധത കത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആ കേന്ദ്ര വിരുദ്ധതയ്ക്കൊപ്പം ഞങ്ങൾ നിൽക്കാം. പക്ഷെ ആ പാവപ്പെട്ട അവിടുത്തെ മനുഷ്യർക്ക് നീതി കൊടുത്തിട്ട് വേണം കേന്ദ്ര വിരുദ്ധ സമരവും അല്ലെങ്കിൽ കേന്ദ്ര വിരുദ്ധ വേണ്ടി നിൽക്കാൻ. ഇല്ലേ, കോടതിയിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാന്നേ. നമ്മൾ ഒരുമിച്ചല്ലേ പോയി അമിത്ഷായെ കണ്ടത്? ഞങ്ങളല്ലേ ലോക്സഭയിൽ ഉന്നയിച്ചത്? ഇന്ന് ശശി തരൂർ ഉന്നയിച്ചല്ലോ, പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചല്ലോ, രാഹുൽ ഗാന്ധി ഉന്നയിച്ചല്ലോ. ഞങ്ങൾ ആ സമരത്തിന് മുന്നിൽ. ആ പാവപ്പെട്ട മനുഷ്യർക്ക് പണം കൊടുക്കാതെ, ആ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ നോക്കാതെ നിങ്ങൾ നടത്തുന്നത് ആ ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ഉറപ്പായും ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കേന്ദ്ര സംസ്ഥാന പഴിചാരലുകൾ തുടരട്ടെ. പക്ഷെ ഒരു കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട കേരളമേ, നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസം എന്നോണം അതിൻ്റെ ഇരകളോട് സംസാരിക്കുന്ന അനുഭവത്തിൽ പറയുന്നതാണ്, ആ മേഖലയുടെ അവസ്ഥ അതിഭീകരമാണ്. വല്ലാത്ത രീതിയിലുള്ള സ്വത്ത് പ്രതിസന്ധിയിലൂടെയും മനോവിഷമങ്ങളിലൂടെയും ജീവനോപാധി നഷ്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന കുറേ അധികം മനുഷ്യരെ നമ്മൾ ദിവസേന എന്നോണം കേൾക്കുകയാണ്. ഈ ഗതികളിൽ ഒരാൾ അതിക്രിയ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ അവസ്ഥയാവില്ല, ഈ സ്ഥിതിയാവില്ല. പ്രധാനമന്ത്രിക്കൊപ്പം ചുരമിറങ്ങിപ്പോയ 4 മന്ത്രിമാരുടെ മന്ത്രിസഭാ ഉപസമിതിയുണ്ട്. അത് പിന്നെ ചേർന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ചേർന്നിട്ടുണ്ടാവാം. ഒരിക്കൽ കൂടി ആ മന്ത്രിസഭാ ഉപസമിതി ചുരം കയറണം, അവിടെ ഇരിക്കണം, ഈ ആൾക്കാരെ ഒന്ന് വിളിക്കണം, കേൾക്കണം, കേട്ടേ മതിയാകൂ. തിരികെ ഇടവേളയ്ക്ക് ശേഷം ശ്രീ വി കെ സനോജ്, ഇവിടെ ഈ പറയുന്ന CMDRFിലെ 682 കോടി ഒന്നും ചിലവാക്കിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതായത് സർക്കാർ കൊടുക്കുന്ന അഫിഡവിറ്റിൽ തന്നെ എന്താണ് ഈ പറയുന്ന 6000 ഒരു കുടുംബത്തിന് ഹൗസ് റെന്റ് 6000, ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് എക്സ്ഗ്രേഷ്യ 2 ലക്ഷം, 50,000 രൂപ ഇഞ്ചുവേർഡ്, 50,000 രൂപ ഐസോലിം സോയിൽ നഷ്ടമായവർക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 7.65 കോടി അതിൽ ചിലവാക്കിയിട്ടുള്ളൂ. ഒക്കെ ശരിയാണ്. ശ്രീ വി കെ സനോജ്, അപ്പോഴും ഇവിടെ ഏറ്റവും പ്രധാനമായി വേണ്ടി വരിക സ്ഥലമാണെന്ന് അറിയാത്തതല്ലോ സംസ്ഥാനത്തിന്. ആ സ്ഥലം വ്യവഹാര വഴിയിലേക്ക് പോയി കോടതിയിൽ പോയി ചുവപ്പുനാടയിൽ പെട്ടുപോകാതിരിക്കാൻ ഉള്ള കരുതൽ സംസ്ഥാനം എടുത്തില്ല. അതിനുള്ള ഇച്ഛാശക്തി സംസ്ഥാനം കാണിച്ചില്ല. ശ്രീ വി കെ സനോജ്, ഈ കോൺഗ്രസ് വക്താവ് യഥാർത്ഥത്തിൽ ഈ വയനാട്ടിലെ ദുരന്തം ബാധിച്ച ആളുകൾക്ക് വേണ്ടി തന്നെയാണോ വർത്തമാനം പറയുന്നത്? അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ദുഷ്ടലാക്കിൻ്റെ ഭാഗമായിട്ടുള്ള അവതരണമല്ലേ നടത്തുന്നത്?
ഇതിപ്പോൾ ആർക്കാ ഇത് മനസ്സിലാവാത്തത്? ഇവിടെ 652 കോടിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. 652 കോടി ഈ നാളെ തന്നെ എടുത്ത് ചെലവഴിച്ചാൽ ഈ പ്രശ്നങ്ങൾ തീരുമോ? ഇവിടെ നമ്മൾ കണക്കാക്കിയത്രയാണ് 2221 കോടിയുടെ എസ്റ്റിമേറ്റാണ് അങ്ങോട്ട് സമർപ്പിച്ചത്. ഇവിടെ ഇപ്പോൾ വീടെടുത്ത് കൊടുക്കൽ മാത്രമല്ലല്ലോ, അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇനി നടത്തേണ്ടതുണ്ട്. ആശുപത്രി വേണം, അവിടെ റോഡ് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം, കളിസ്ഥലം വേണം, സ്കൂളുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ടൗൺഷിപ്പിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതിന് ഏതാണ്ട് 2500 കോടി വേണം. അവരുടെ ജീവിതം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വേറെയും വേണം. ഈ 652 കോടി നാളെ തന്നെ ചെലവഴിക്കാത്തതാണ്, അല്ലെങ്കിൽ ഇന്നുകൊണ്ട് ചെലവഴിച്ച് തീർക്കാത്തതാണ് ഇവിടെ സകല പ്രശ്നങ്ങൾക്കും കാരണം എന്ന മട്ടിൽ എന്തിനാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്? അതുകൊണ്ട് രാജു പി നായർ ഇതിനകത്ത് കാണിക്കുന്ന അങ്ങേയറ്റം ദുരവധിഷ്ഠിതമായിട്ടുള്ള ഒരു വാദം, അതൊന്നും കേരളം അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലേ പറയുന്നത്. ഈ 682 കോടിയിൽ നിന്നല്ലേ സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുക. 6000 രൂപ വെച്ച് കൊടുക്കുന്നത് എത്ര കാലത്തേക്ക് കൊടുക്കണം? 2 വർഷത്തേക്ക് കൊടുക്കണ്ടേ? അതുമായി ബന്ധപ്പെട്ട ചികിത്സാ കാര്യങ്ങൾ നിർവഹിക്കണ്ടേ? അടിയന്തരമായ ധനസഹായം മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടില്ലേ? ഇനിയും കൊടുക്കില്ല എന്നാരെങ്കിലും പറഞ്ഞോ? ഈ 652 കോടി FD ആക്കിയിട്ട് അതിന് മേലെ ഇരിക്കുകയാണോ ഗവൺമെന്റ് ചെയ്യുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ വിശ്വാസമെടുത്തുകൊണ്ടാണ് നിയമസഭയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയിട്ട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. അല്ലല്ല രാജീവ് പി നായരെ, നിങ്ങളിങ്ങനെ അസ്വസ്ഥമാവണ്ട, മര്യാദ കാണിക്ക്. അസ്വസ്ഥമാവില്ല. നിങ്ങൾ കുറേ കാര്യങ്ങൾ അവിടെ പ്രസംഗിച്ചല്ലോ. ഇവിടെ നിയമസഭയിൽ ഐക്യകണ്ഠേനയാണ്, പ്രതിപക്ഷത്തിൻ്റെ കൂടി അഭിപ്രായം പരിഗണിച്ച് ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസ്സാക്കിയത്. അതിനകത്തുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ രാജീവ് പി നായർ ഇവിടെ സംസാരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിപ്പോൾ കിട്ടിയൊരു അവസരമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരെന്താ ആഘോഷിച്ചത്? കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് കണക്ക് കൊടുത്തില്ല, സർക്കാർ വക്കീൽ അവിടെ ഇങ്ങനെ കാര്യങ്ങൾ വെള്ളത്തിൽ അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ കാര്യങ്ങൾ വലിയ ചർച്ച സംഘടിപ്പിച്ചത്. ഇപ്പോൾ 12-ാം തീയതി കണക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. കണക്കെല്ലാം കൊടുത്തപ്പോൾ ഗവൺമെൻറ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന കാര്യം കൂടി ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമായി. മാത്രമല്ല കോടതി തന്നെ പറഞ്ഞു മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി തന്നെ പറയുന്ന നിലയുണ്ട്. അങ്ങനെ ഉൾപ്പെടെ പറയുന്ന നിലയുണ്ടായാലോ. എന്നിട്ടും രാജീവ് പി നായരെ പോലുള്ള എന്തായാലും കോടതിയിൽ വ്യവഹാരങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ അവർ റിലീഫ് ക്യാമ്പിൽ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും കൂടെ കൂടി ഉണ്ടായിരുന്നു. അവരുടെ വേദനകൾ പരസ്പരം പങ്കുവച്ചിരുന്നവരാണ്. ഇപ്പോഴങ്ങനെയല്ല. ഓരോരുത്തരും ഓരോ വീടുകളിലാണ്, അവർ ഒറ്റയ്ക്കാണ്. അവരുടെ അനാഥത്വങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ സംഘടനകൾ പെട്ട് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ അവരുടെ മുന്നിൽ ഇരുട്ടാണെന്ന് അവർ തന്നെ പറയുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഈ പറയുന്ന കളിയാണ് മുന്നോട്ടേക്ക് കളിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്താണ്? അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഈ കഴിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെക്കാൾ വലിയ ജീവൽ ദുരന്തം ഉണ്ടാകും. ഓർത്തുവെച്ചോ. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ടൈം വിത്ത് എസ്കേൻ കാണാം. ഗുഡ് ബൈ.